ഹായ്, ഏറെ രസകരമായ ഒരു മലയാളം ചലച്ചിത്രം ഹൃദയപൂർവ്വം. 2025 പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിൽ മോഹൻലാലായിരുന്നു കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. സത്യനന്ദിക്കാട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലുമായി ഒന്നിച്ചു ചെയ്ത ഈ ചലച്ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. രസകരമായ ചലച്ചിത്രത്തിന്റെ ചെറിയൊരു കഥാസംഗ്രഹം നമുക്ക് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയോടുകൂടിയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സന്ദീപ് എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ഹൃദയമാണ് മാറ്റിവെക്കുന്നത്. അവിടെ സന്ദീപിന്റെ സഹോദരി ഗീതയും അവരുടെ ഭർത്താവ് ഓമനക്കുട്ടനുമുണ്ട്. സന്ദീപ് കൊച്ചിയിൽ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുകയാണ്. അവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം തന്നെ സന്ദീപിനോട് വലിയ മതിപ്പും സ്നേഹവുമായിരുന്നു. സന്ദീപിന്റെ തന്നെ മറ്റൊരു ബിൽഡിംഗിൽ വാടകയ്ക്ക് കുറച്ച് ചെറുപ്പക്കാർ താമസിക്കുന്നുണ്ട്. ഭാവിയിൽ ഡയറക്ടേഴ്സ് ആകണം, സിനിമയിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. സന്ദീപ് അവർക്ക് അവിടെ നിന്നായിരുന്നു ഫ്രീ ആയി ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതും കൂടുതലും ബാക്കി വരുന്ന ഫുഡൊക്കെയാണ്. ഇതിനെപ്പറ്റിയൊക്കെ ജനങ്ങളോട് മീഡിയയിലൂടെ സംസാരിച്ചത് സന്ദീപ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്ന സന്ദീപിന്റെ ക്ലൗഡ് കിച്ചണിലെ ഒരു മെയിൻ സ്റ്റാഫ് ആയിരുന്നു. സന്ദീപിന്റെ ശസ്ത്രക്രിയ വളരെ ഭംഗിയായി നടന്നു. കുറച്ചുനാളത്തേക്ക് സന്ദീപിന് ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ട്. സന്ദീപിന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി നോക്കുവാൻ വേണ്ടി ജെറി എന്ന് പേരുള്ള ഒരു മെയിൽ നേഴ്സിനെ അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഏർപ്പാടാക്കപ്പെട്ടു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് സന്ദീപ് വീട്ടിലെത്തി. പക്ഷെ വീട്ടിലെത്തിയെങ്കിലും സന്ദീപിന് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. CCTV ക്യാമറയിലൂടെ ക്ലൗഡ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ സന്ദീപ് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ട വളരെ വലിയ ഒച്ചത്തിൽ CCTVയിലൂടെ തന്നെ അവരോട് അലറി വിളിക്കും. അത് പോരാനാൽ നേരെ ഫോൺ വിളിച്ച് വഴക്ക് പറയും. സന്ദീപ് ഇങ്ങനെ ഒരുപാട് ദേഷ്യപ്പെടുന്നതും മറ്റും കാണുമ്പോ ജെറിയെത്തി സന്ദീപിനെ ശാസിക്കുക പോലും ചെയ്തു. പുതിയൊരു ഹൃദയം മാറ്റിവെച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അമിതമായി ദേഷ്യപ്പെടുകയോ അമിതമായി ഇമോഷണൽ ആവുകയോ ചെയ്യരുത്. കുറച്ചുനാളെങ്കിലും നല്ല പോലെ കെയർ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. സന്ദീപും അത് അംഗീകരിക്കുന്നുണ്ട്. സന്ദീപ് എവിടെ പോയാലും ജെറിയും എപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു. കുറച്ചു ദിവസം അങ്ങനെ റെസ്റ്റ് എടുത്ത ശേഷം സന്ദീപ് വീണ്ടും തന്റെ സ്ഥാപനത്തിലേക്ക് ചെന്നു, ക്ലൗഡ് കിച്ചണിലേക്ക്. സന്ദീപ് ഇല്ലാത്ത സമയത്ത് കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ഏൽപ്പിച്ചിരുന്നത് ബിബിനെയായിരുന്നു. സന്ദീപ് ഇല്ലാത്ത തക്കം നോക്കി ബിബിൻ സന്ദീപിന്റെ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഡയറക്ടർ പയ്യന്മാരുടെ ഫുഡ് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കി. ബിബിൻ പറയുന്നത് അവരധികം ഫുഡ് ബാക്കി വരാൻ വേണ്ടി അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഫുഡ് തീർന്നെന്ന് പറഞ്ഞു വിടാറുണ്ടെന്നായിരുന്നു. പക്ഷെ സന്ദീപിന് അത് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് പിടിച്ചില്ല. അത്രയും വലിയ തീരുമാനമെടുക്കാനൊന്നും നീയായിട്ടില്ലെന്ന് പറഞ്ഞ് താൻ കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ ശകാരിച്ച് ബിബിനെ ഒന്ന് ഒതുക്കി വിടുന്നുണ്ട് സന്ദീപ്. സന്ദീപ് പിന്നാലെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ പയ്യന്മാരെ കാണാൻ പോയി. അവിടെ എത്തുമ്പോ അവിടെ ഒരു പ്രശ്നം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ അടുത്തൊരു ഷോർട്ട് ഫിലിം പിടിച്ചിരുന്നു. ഷോർട്ട് ഫിലിമിൽ ഒരു ബേക്കറിയുടെ പരസ്യം കാണിക്കാമെന്ന് പറഞ്ഞ് ബേക്കറിക്കാരന്റെ കയ്യിൽ നിന്ന് അവർ കുറച്ചധികം തുകയും വാങ്ങി. പക്ഷേ ഷോർട്ട് ഫിലിമിലെ ദൃശ്യം എന്തായിരുന്നുവെന്ന് വെച്ചാൽ ട്യൂമറുള്ള നായിക ആ ബേക്കറിയിലെ ലഡു കഴിച്ച ശേഷം മരണപ്പെടുന്നതായിരുന്നു. എഡിറ്റ് ചെയ്തു വന്നപ്പോ ദൈർഘ്യം കൂടിയെന്ന് പറഞ്ഞ് ട്യൂമറുള്ള കാര്യം അവർ ഷോർട്ട് ഫിലിമിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അതോടെ ബേക്കറിയിലെ ലഡു കഴിച്ച നായിക മരണപ്പെട്ടു എന്ന രീതിയിലേക്ക് അർത്ഥം തന്നെ മാറി. ബേക്കറി ഉടമ ഡയറക്ടർ പയ്യന്മാർക്കുമേൽ തട്ടിക്കയറാനും പ്രശ്നമുണ്ടാക്കാനും വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ സന്ദീപ് അതിൽ ഇടപെട്ട് ഒരു തരത്തിൽ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചു കൊടുത്തു. കഥ അവിടെ നിന്നും സന്ദീപിന്റെ അളിയൻ ഓമനക്കുട്ടനിലേക്ക് തിരിയുന്നു. ഓമനക്കുട്ടന് സന്ദീപിനോട് വലിയ അസൂയയും കുശുമ്പുമായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. സ്വത്ത് വീതം വെച്ച സമയത്ത് സന്ദീപിന്റെ സഹോദരിയുടെ പേരിൽ തന്നെ തറവാട് വേണമെന്ന് പറഞ്ഞ് അവരുടെ അച്ഛന്റെ സ്വത്തുക്കളിൽ പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലങ്ങളൊക്കെ ഓമനക്കുട്ടൻ നൈസായിട്ട് അങ്ങ് വാങ്ങിയെടുത്തു. കുറച്ച് പാടവും ചതുപ്പ് നിലവും ഒക്കെയായിരുന്നു അയാള് സന്ദീപിന്റെ പേരിൽ കൊടുത്തത്. പക്ഷേ കാലം മാറി മറിഞ്ഞപ്പോ കുറെ സംഭവങ്ങൾ അങ്ങ് നടന്നു. സന്ദീപിന് കൊടുത്ത ചതുപ്പ് നിലത്തിലൂടെ ഇപ്പോ നാഷണൽ ഹൈവേ വരികയാണ്. ഹൈവക്കാര് കോടിക്കണക്കിന് രൂപ കൊടുത്താണ് സന്ദീപിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്തത്. അപ്പോ മുതല് ഓമനക്കുട്ടന്റെ അസൂയ തുടങ്ങി. ഇപ്പോ അതും പോരാനിട്ട് കുറച്ച് സ്ഥലപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഹൈവേ ഒന്ന് ചുറ്റിക്കൊണ്ടുപോവാൻ സന്ദീപിന്റെ കുറച്ചധികം സ്ഥലം കൂടി ഹൈവേക്കാർ ഏറ്റെടുക്കും. കോടിക്കണക്കിന് രൂപ സന്ദീപിന് ഇനിയും കിട്ടും. അതാലോചിച്ചിട്ട് ഓമനക്കുട്ടനൊരു സമാധാനവുമില്ല. എങ്ങനെയെങ്കിലും സന്ദീപിന്റെ കയ്യിൽ നിന്ന് നെയ്സായി ആ സ്ഥലം കൈവശപ്പെടുത്തണം എന്നാണ് ഓമനക്കുട്ടന്റെ ലക്ഷ്യം. ഒടുവിൽ അതിനുവേണ്ടി ഒരു നമ്പർ ഇറക്കാൻ ഓമനക്കുട്ടൻ അവരുടെ ചിറ്റപ്പനെയും വിളിച്ച് സന്ദീപിനെ കാണാൻ ചെന്നു. ഈ ചിറ്റപ്പൻ ചെറിയൊരു ജോത്സ്യനും കുറച്ച് സയൻസ് പരമായ ചിന്തകളൊക്കെയുള്ള വ്യക്തിയാണ്. അങ്ങോട്ടേക്ക് എത്തിയതും ഓമനക്കുട്ടൻ തന്റെ നമ്പറുകൾ ഇറക്കാൻ തുടങ്ങി. കുടുംബത്തിലെ ചില ദോഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്നും അതുകൊണ്ടാണ് സന്ദീപിന്റെ ഹാർട്ടിന് പ്രശ്നം വന്നത് എന്നൊക്കെയാണ് ഓമനക്കുട്ടന്റെ വാദം. മാറണമെങ്കിൽ തറവാട് സന്ദീപിന് കൊടുത്ത് സന്ദീപിന്റെ പേരിലുള്ള ആ ചതുപ്പ് നിലം തനിക്ക് തന്നാ മതിയെന്നും ചിറ്റപ്പനെ കൊണ്ട് ഓമനക്കുട്ടൻ പറയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചിറ്റപ്പന്റെ വായിന്ന് തന്നെ ഓമനക്കുട്ടനാണ് തന്നെ വന്നു കണ്ട് ഈ കാര്യം സന്ദീപിനോട് പറയാൻ പറഞ്ഞത് എന്ന മട്ടിലുള്ള കാര്യവും പുറത്തു വന്നു. അളിയന്റെ ഗൂഢതന്ത്രങ്ങളൊക്കെ സന്ദീപിന് നല്ല പിടുത്തവുമുണ്ടായിരുന്നു. കൂടെ നിന്ന ജെറിക്കും കാര്യങ്ങൾ
കാര്യങ്ങൾ മനസ്സിലായി. ജെറി തക്കം നോക്കി പറഞ്ഞു, അതിനിപ്പോ ഇത്ര കഷ്ടപ്പെടണം എന്തിനാ? തറവാട് വീട് സന്ദീപേട്ടന് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ പോരെ? എന്തായാലും ഹൈവേക്കാര് ചതുപ്പ് നിലം കോടിക്കണക്കിന് രൂപയ്ക്ക് ഏറ്റെടുക്കും. അപ്പോ അതിൽ നിന്ന് കുറച്ച് ലക്ഷങ്ങളെടുത്ത് ആ തറവാട് വീടും മറ്റും അളയന്റെ അടുത്ത് നിങ്ങൾ മേടിച്ചാ പോരെ? അത് കേട്ടതും ഓമനക്കുട്ടനൊന്ന് പതറി. സന്ദീപും അതല്ലേ നല്ലത് എന്ന മട്ടി പറയുകയും ചെയ്തു. ചിറ്റപ്പനും ഓക്കെ വെച്ചു. ഓമനക്കുട്ടന്റെ പദ്ധതി അടിമുടി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സന്ദീപ് വിവാഹം കഴിച്ചിട്ടില്ല. സന്ദീപ് എങ്ങനെയെങ്കിലും ഒരു വിവാഹം കഴിച്ചു കാണണം എന്നൊക്കെയാണ് ചിറ്റപ്പന്റെ ആഗ്രഹം. ഒരു തവണ വിവാഹത്തിന്റെ താലികെട്ട് വരെ എത്തിയതായിരുന്നു. പക്ഷെ താലിയെടുക്കാൻ സന്ദീപ് തിരിഞ്ഞതും സന്ദീപ് വിവാഹം കഴിക്കാനിരുന്ന ആ പെൺകുട്ടി കാമുകന്റെ കൂടെ അങ്ങ് ഒളിച്ചോടിപ്പോയി. പിന്നീട് ഒരു വിവാഹത്തിനെ പറ്റി തന്നെ ആലോചിക്കാൻ സന്ദീപിന് പേടിയായിരുന്നു. പിന്നീടൊക്കെ ഓക്കെ ആയി വന്നപ്പോഴോ സന്ദീപിന് അസുഖവും വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി സന്ദീപിന് ഒരു കോൾ വന്നു. ഒരു സ്ത്രീയായിരുന്നു വിളിച്ചത്. രജനി എന്നായിരുന്നു അവരുടെ പേര് പറഞ്ഞത്. പെട്ടെന്ന് സന്ദീപിന് ആളെ കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നാലെ രജനി അങ്ങോട്ടേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് സന്ദീപിനെ തേച്ച് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒളിച്ചോടിയ പെണ്ണുണ്ടല്ലോ, അതായിരുന്നു രജനി. രജനിക്കിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. എന്നാൽ അവരുടെ ഹസ്ബൻഡ് ആകട്ടെ വേറെ ഏതോ സ്ത്രീയോട് ഒളിച്ചോടിപ്പോയി. അത് കാരണം എങ്ങനെയെങ്കിലും സന്ദീപുമായിട്ട് വീണ്ടും പഴയ പോലെയൊക്കെ അടുത്ത് സന്ദീപിന്റെ കൂടെ ജീവിക്കണം എന്ന പദ്ധതിയിലായിരുന്നു രജനി. തന്റെ മോള് പറഞ്ഞിട്ടാ താൻ വിളിക്കുന്നത്. സന്ദീപിന് വിവാഹം കഴിച്ചിരുന്നേ തനിക്ക് സുന്ദരനായ ഒരു അച്ഛനെ കിട്ടുമായിരുന്നു എന്നെന്റെ മോള് പറഞ്ഞു എന്നൊക്കെ രജനി അങ്ങ് തട്ടിവിടുന്നുണ്ട്. രജനിയുടെ ഉദ്ദേശമൊക്കെ ഏറെക്കുറെ സന്ദീപിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അയാളെ നൈസായിട്ട് രജനിയെ ഒഴിവാക്കി വിടാനും നോക്കുന്നുണ്ട്. അടുത്ത ദിവസം ക്ലൗഡ് കിച്ചണിൽ സന്ദീപ് നിൽക്കുന്ന സമയത്ത് സന്ദീപിന് ഒരു ഫോൺ കോൾ വന്നു. ജിതിൻ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ് വിളിക്കുന്നത്. സന്ദീപ് ഹൃദയം സ്വീകരിച്ചത് കേണൽ രവീന്ദ്രൻ എന്നു പേരുള്ള ഒരു വ്യക്തിയിൽ നിന്നായിരുന്നു. ഒരു ആക്സിഡന്റിലാണ് അയാൾ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകൾ ഹരിത സന്ദീപിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയാൻ കൂടിയാണ് ഹരിതയുടെ സുഹൃത്ത് ജിതിൻ വിളിച്ചത്. ഹരിതയ്ക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നു കണ്ടോട്ടെ എന്ന് സന്ദീപ് പറഞ്ഞു. പിന്നാലെ കോൾ കട്ടായതും അടുത്തുണ്ടായിരുന്ന ബിപിൻ പറയുകയാണ്, ചേട്ടൻ ചെയ്തത് മോശമായി പോയി. ശരിക്കും ചേട്ടനായിരുന്നില്ലേ സുഖപ്പെട്ടപ്പോ അവരെ തേടിപ്പിടിച്ച് അങ്ങോട്ട് പോയി നന്ദി പറയണ്ടേ? ഒന്നുമില്ലേലും ആ പെൺകുട്ടിയുടെ അച്ഛന്റെ ഹൃദയമല്ല ചേട്ടന് കിട്ടിയത്. മോശമായി പോയി. സന്ദീപിനും അത് ശരിയാണല്ലോ എന്ന് തോന്നി. പിന്നാലെയാണ് ജിതിൻ വിളിച്ച് സന്ദീപിനോട് പറയുന്നത് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങള് തങ്ങളൊന്ന് ഷൂട്ട് ചെയ്തെടുത്തോട്ടെ എന്ന്. അതിന് കുഴപ്പമില്ലെന്ന് സന്ദീപ് പറഞ്ഞു. വൈകാതെ ഈ വിവരം സന്ദീപിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പയ്യന്മാരും അറിഞ്ഞു. തങ്ങൾ കുറച്ചും കൂടി സിനിമാറ്റിക്കായി അത് നല്ലപോലെ ഷൂട്ട് ചെയ്തു തരാം എന്ന മട്ടിൽ അവര് പറയുകയാണ്. അതൊക്കെ വേണ്ടെന്ന് ആദ്യം സന്ദീപ് പറഞ്ഞെങ്കിലും അവരെ നിർബന്ധിച്ചപ്പോ സന്ദീപ് ഓക്കെ പറഞ്ഞു. അങ്ങനെ സന്ദീപിനെ കാണാൻ വേണ്ടി ഹരിത വരികയാണ്. വളരെയധികം ഇമോഷണൽ ആയിട്ടായിരുന്നു ഹരിത സന്ദീപിന്റെ അടുത്തേക്ക് വന്നത്. മരിച്ചുപോയ അച്ഛന്റെ ഹൃദയമാണല്ലോ സന്ദീപിന്റെ ശരീരത്തിലുള്ളത്. ചുറ്റും കൂടി നിന്ന ബാക്കി ആരെയും ശ്രദ്ധിക്കാതെ മുമ്പോട്ടേക്ക് വന്ന ഹരിത സന്ദീപിന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് കൈവച്ചു. മറ്റുള്ളവർ അതൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. ഈ സമയമാണ് ഡയറക്ടർ പയ്യന്മാര് കുറച്ച് ഇമോഷണലായി സന്ദീപിന്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞത്. അത് കേട്ടതും ഹരിതയ്ക്ക് ദേഷ്യം വന്നു. കൃത്യസമയത്ത് അവിടെ ഒരാൾ പാർട്ടി പപ്പറടക്കം പൊട്ടിക്കുകയും ചെയ്തു. സംഗതി ആകെ കുളമായി. പിന്നീട് സന്ദീപും ഹരിതയും മാറി നിന്ന് സംസാരിച്ചു. ഹരിത സന്ദീപിനോട് പറഞ്ഞു, അച്ഛന്റെ ഹൃദയം കിട്ടിയപ്പോ കുറച്ചുകൂടി സെൻസിബിൾ ആയ ഒരാൾക്കായിരിക്കും കിട്ടിയത് എന്നായിരുന്നു താൻ ചിന്തിച്ചത്. സന്ദീപ് പറഞ്ഞു, അതാ അവരെങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ നിന്നുകൊടുത്തന്നേ ഉള്ളൂ. ക്ഷമിക്കണം. ഹരിത വന്നത് തന്നെ സന്ദീപിനെ ഹരിതയുടെ എൻഗേജ്മെന്റിന് ക്ഷണിക്കാനായിരുന്നു. അവളുടെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലും അവളുടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനിപ്പോ മരിച്ച സ്ഥിതിക്ക് അച്ഛന്റെ ഹൃദയം കൂടെയുള്ള ഒരാൾ തന്റെ എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ അച്ഛൻ കൂടെയുള്ള പോലെ തോന്നും എന്ന് അവൾ പറഞ്ഞു. പക്ഷേ അതിനെ അങ്ങനെയൊന്നും കാണണ്ടെന്നും എന്നെ സംബന്ധിച്ച് അതൊരു അവയവം മാത്രമാണെന്നും ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അവയവം, അതിനപ്പുറത്തേക്ക് അതിന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെയായിരുന്നു സന്ദീപ് പറഞ്ഞത്. ഹരിതയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല 2 ദിവസം താനിവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കിച്ചന്റെ കാര്യം മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. ഭംഗിയായിട്ട് എൻഗേജ്മെന്റ് നടക്കട്ടെ എന്തും സന്ദീപ് പറഞ്ഞിരുന്നു. പോവാൻ നേരത്ത് ഹരിത പറഞ്ഞു. വിഷമവും ദേഷ്യവും ശബ്ദത്തിൽ പ്രതിധ്വനിച്ചിരുന്നു. നിങ്ങൾ 2 ദിവസം മാറിയ നിങ്ങളുടെ ബിസിനസ് തകരൂന്നല്ലേ പറഞ്ഞത്? അപ്പോ നിങ്ങൾ ജീവനോടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥാപനം പൂട്ടിപ്പോയനെയല്ലേ? ഹരിത പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് സന്ദീപിന് കൃത്യമായി മനസ്സിലായി. അവളുടെ അച്ഛന്റെ ഹൃദയം കിട്ടിയില്ലായിരുന്നെങ്കിൽ സന്ദീപ് മരിക്കുമായിരുന്നു. പിന്നീട് അവൾ അവിടെ നിന്ന് പോയി. അതിനെപ്പറ്റി ജെറിയോട് പറഞ്ഞപ്പോ ജെറി പറഞ്ഞു അവരെന്തായാലും അത് തന്നെ ഉദ്ദേശിച്ചാവും പറഞ്ഞത്. സന്ദീപ് പോവാതിരുന്ന അത് വളരെയധികം മോശമാണ്. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എൻഗേജ്മെന്റ് അറ്റൻഡ് ചെയ്തിട്ട് വേഗം തിരിച്ചു വരാം. ഹരിതയുള്ളത് പൂനെയിലാണ്. അതുകൊണ്ട് തന്നെ പൂനെയിലേക്ക് പുറപ്പെടാം എന്ന് സന്ദീപ് ആലോചിച്ചു. സന്ദീപ് തനിച്ചു പോവാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഒറ്റയ്ക്ക് പോവാൻ പറ്റില്ല, കൂടെ താനും വേണം എന്ന മട്ടിൽ ജെറിയും സന്ദീപിന്റെ കൂടെ കൂടി. അങ്ങനെ ഇരുവരും പൂനെയിലെത്തിച്ചേർന്നു. പൂനെയിലെത്തിയ സന്ദീപിനെയും ജെറിയെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത് ഹരിതയുടെ അച്ഛൻ രവീന്ദ്രന്റെ ഫ്രണ്ടും ഹരിത അങ്കിൾ എന്ന് വിളിക്കുന്ന വ്യക്തിയുമായ ജേക്കബ് ആയിരുന്നു. അയാളും മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. സന്ദീപിനെ കണ്ട ഉടനെ
സന്ദീപിനെ ജേക്കബ് തന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നു. സന്ദീപിന്റെ ഉള്ളിലുള്ളത് രവിയുടെ ഹൃദയം ആയതുകൊണ്ട് തന്നെ സന്ദീപിന് ജേക്കബിനെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെയായിരുന്നു ജേക്കബിന്റെ വിചാരം. മാത്രമല്ല രവീന്ദ്രനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചായക്കടയിൽ ഇരുന്നായിരുന്നു അവരപ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരുന്നത്. അതങ്ങനെ വരൂ എന്ന മട്ടിലൊക്കെയാണ് ജേക്കബ് പറയുന്നത്. എന്തായാലും ജേക്കബ് അവരെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. കുറച്ചു കഴിഞ്ഞതും ഹരിത അവരെ കാണാനെത്തി. അവരെത്തിയതിൽ ഹരിത ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് അന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞത് കാര്യമാക്കരുത് എന്ന മട്ടിൽ ഹരിത സന്ദീപിനോട് പറഞ്ഞു. അത് സാരമില്ലെന്നും ഹരിതയുടെ അച്ഛന്റെ ഹൃദയം കിട്ടിയില്ലെങ്കിൽ തൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു സന്ദീപ് മറുപടിയും കൊടുത്തത്. പിന്നാലെ സന്ദീപ് ഇടുന്ന വസ്ത്രം എന്താണ് എന്ന് ഹരിത ചോദിച്ചു. ഏതെങ്കിലും ഒരു ഷർട്ട് ഇടും എന്ന മട്ടിൽ സന്ദീപ് പറഞ്ഞപ്പോ ഒന്ന് കണ്ടോട്ടെ എന്നായി ഹരിത. നിർബന്ധം പിടിച്ചപ്പോ സന്ദീപ് അതിന് സമ്മതിച്ചു. പിന്നാലെ ഹരിത സന്ദീപിനോട് ഒരു കാര്യം നിർദ്ദേശിച്ചു. അച്ഛൻ വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴും കുർത്തി ടൈപ്പ് വസ്ത്രമായിരുന്നു കേണൽ ധരിച്ചിരുന്നത്. അതുകൊണ്ട് അച്ഛൻ ധരിക്കുന്ന പോലത്തെ വസ്ത്രം സന്ദീപ് ധരിച്ച എനിക്ക് ഒരു സന്തോഷം കിട്ടും. താനൊരു വസ്ത്രം മേടിച്ചു തരട്ടെ. ഹരിതയുടെ ആവശ്യം ആദ്യം സന്ദീപ് വേണ്ടെന്ന് വെച്ചെങ്കിലും ഹരിത അത് നിർബന്ധിച്ചപ്പോ സന്ദീപ് ഓക്കെ പറഞ്ഞു. സന്ദീപിനെയും കൂട്ടി ഹരിത അടുത്തുള്ള ഒരു ഡ്രസ് ഷോപ്പിൽ പോയി നല്ലൊരു വസ്ത്രം മേടിച്ചു കൊടുത്തു. സന്ദീപിന് കാര്യം ആ വസ്ത്രമൊന്നും അത്ര കംഫോർട്ടബിൾ ആയിരുന്നില്ല. പക്ഷെ ഹരിതയ്ക്ക് വേണ്ടി അത് ധരിക്കാൻ അയാൾ തീരുമാനിച്ചു. ഏറെ സ്നേഹത്തോടെ മകളെപ്പോലെ സന്ദീപിനോട് ഹരിത പെരുമാറുന്നത് കണ്ടതും ജെറി സന്ദീപിനോട് പറഞ്ഞു, മോളിങ്ങനെയാണെങ്കിൽ അമ്മയും നിങ്ങളെ ഭർത്താവിനെ പോലെ ആയിരിക്കില്ലേ കാണുക, പ്രശ്നമാകും. ജെറി പറഞ്ഞത് കേട്ടതും സന്ദീപം ഒന്ന് വിരളൊന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ നടക്കുമ്പോ സന്ദീപ് അങ്ങോട്ടേക്ക് എത്തി. ജെറി പറഞ്ഞത് മനസ്സിൽ വെച്ച് ഹരിതയുടെ അമ്മ ദേവകിയെ കാണാൻ സന്ദീപ് അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷേ അവര് ബോൾഡായ സ്മാർട്ടായ ഒരു സ്ത്രീയായിരുന്നു. സന്ദീപ് സ്വയം പരിചയപ്പെടുത്തിയതും ഓക്കെ എന്ന മട്ടിൽ മനസ്സിലായി എന്ന മട്ടിൽ അവര് നിന്നു. അവർക്കിനി മനസ്സിലായില്ലേ എന്ന മട്ടിൽ സന്ദീപ് ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. മനസ്സിലായി എന്നവർ എടുത്തു പറഞ്ഞു. ജെറി പറഞ്ഞ പോലെ ഒന്നും അവരിൽ നിന്ന് സന്ദീപിന് കാണാൻ സാധിച്ചില്ല. പാർട്ടി എൻജോയ് ചെയ്യുന്നു പറഞ്ഞ് ഹരിത അവരെ പറഞ്ഞയച്ചു. സന്ദീപിനും ചെറിയൊരു ആശ്വാസം തോന്നി. പക്ഷേ എൻഗേജ്മെന്റ് പാർട്ടി അരങ്ങേറുന്നതിനിടയിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചു. ഹരിതയുടെ എൻഗേജ്മെന്റ് നടക്കാനിരുന്നത് സുഹൃത്തായ കിരണിന്റെ ഒപ്പമായിരുന്നു. പാർട്ടി നടക്കുന്നതിനിടയിൽ കിരണും ഹരിതയും തമ്മിൽ എന്തൊക്കെയോ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രശ്നമാണെന്ന് വ്യക്തം. കുറച്ചു കഴിഞ്ഞപ്പോ ഹരിത വന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തി. താൻ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യുന്നു, എല്ലാവരും ഭക്ഷണം കഴിച്ചു പോയാൽ മതി എന്നായിരുന്നു അവള് പറഞ്ഞത്. ആർക്കും എന്താ സംഭവമെന്ന് മനസ്സിലായില്ല. കാര്യമായിട്ട് അവൾ ആരോടും പ്രശ്നം പറഞ്ഞതുമില്ല. ഇത് കേട്ടതും കിരണിന്റെ ഫ്രണ്ട്സ് ആകെ വയലന്റ് ആയി. അവര് വന്ന് ഹരിതയുമായി പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. പ്രശ്നം കനക്കുന്നത് കണ്ടപ്പോ സന്ദീപ് വന്ന് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ഇടപെട്ടു. പക്ഷെ കിരണിന്റെ ഫ്രണ്ട്സ് സന്ദീപിനെ പിടിച്ചു തള്ളുകയാണ്. ഇത് കണ്ട് ജെറിക്ക് ദേഷ്യം വന്ന് ജെറി പോയി കിരണിന്റെ ഫ്രണ്ട്സിനെ തല്ലി. പിന്നെ പറയണ്ടല്ലോ, ആകെ ഇടിയും ബഹളവുമായി. അതിനിടയ്ക്ക് സന്ദീപിന് കിരണിന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് നല്ലൊരു ചവിട്ട് കിട്ടി. ചവിട്ടുകെറ്റ് സന്ദീപ് ദൂരേക്ക് തെറിച്ചു വീണു. വീണപ്പോ തന്നെ സന്ദീപിന്റെ ബോധവും പോയി. ബോധം വരുമ്പോ സന്ദീപ് ഹോസ്പിറ്റലിലാണ്. അയാളുടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം അയാള് കിച്ചണിലെ സ്റ്റാഫിനെ വിളിച്ച് അവിടെ കാര്യങ്ങളൊന്നും മര്യാദക്ക് നടക്കുന്നില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ നാളെ തന്നെ അവിടെ എത്തുമെന്നും അപ്പൊ എല്ലാത്തിനും നല്ലത് വെച്ചിട്ടുണ്ട് എന്ന മട്ടിലൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ടായിരുന്നു ഹരിത കടന്നു വരുന്നത്. ഹരിത പറഞ്ഞു, നാളെ എന്തായാലും പോവാൻ പറ്റില്ല. കാരണം ആ വീഴ്ചയിൽ സന്ദീപിന്റെ സ്പൈനൽ കോഡിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ചെറിയൊരു കംപ്രഷൻ ഉണ്ട്. അതുകൊണ്ട് 2 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണം. കുറച്ച് നാളത്തേക്ക് സന്ദീപിന് മര്യാദക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല. ഫ്ലൈറ്റിൽ കയറി പോവാൻ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ നാട്ടിലേക്കുള്ള യാത്ര മുടങ്ങി. സന്ദീപിന് ആകെ കലി വരുന്നുണ്ട്. സന്ദീപിന് എങ്ങനെയെങ്കിലും വേഗം നാട്ടിലെത്തണമായിരുന്നു. പക്ഷേ ഹരിത സന്ദീപിനെ ആശ്വസിപ്പിച്ചു. വീട്ടിൽ പോയി 2 ആഴ്ച റെസ്റ്റ് എടുക്കാമെന്നും 2 ആഴ്ച 2 ദിവസം പോലെ പോകുമെന്നും എന്നിട്ട് നാട്ടിലേക്ക് പോവാം എന്നും ഹരിത പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ സന്ദീപും സമ്മതിച്ചു. അന്ന് നടന്ന അടിയിൽ ജെറിക്കും അത്യാവശ്യം നല്ല പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഹരിതയ്ക്കൊപ്പം ഇരുവരും ഹരിതയുടെ വീട്ടിലേക്ക് എത്തി. അവർക്ക് വേണ്ട റൂമൊക്കെ നേരത്തെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹരിതയുടെ വീട്ടിലെ ജോലിക്കാരിക്കാകട്ടെ സന്ദീപിനെ കണ്ടപ്പോ തന്റെ യജമാനനെ കണ്ട അതേ സന്തോഷമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സന്ദീപ് ആ ഫാമിലിയുമായി അടുത്തു. ദിവസങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. വീട്ടിൽ തന്നെ നിന്നും കിടന്നും അയാൾക്ക് നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹരിത പറയുന്നത്, എനിക്കൊരു എക്സാം ഉണ്ട്, വേണമെങ്കിൽ സന്ദീപ് കൂടെ എന്റെ കൂടെ പോരെ. അങ്ങനെ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി സന്ദീപ് അവളുടെ കൂടെ എക്സാം സെന്ററിൽ പോയി. ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. കാറിൽ യാത്ര ചെയ്യാൻ സന്ദീപിന് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എക്സാം ഹാളിലേക്ക് പോയവൾ വേഗം തിരിച്ചു വന്ന് സന്ദീപിനോട് തനിക്കൊരു ഓൾ ദി ബെസ്റ്റ് പറയാമോ എന്ന് ചോദിച്ചു. സന്ദീപ് അത് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെയായിരുന്നു അവൾക്ക് ഫീൽ ചെയ്യുക. സന്ദീപ് അവൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നു. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് അവര് ഫുഡ് കഴിക്കാൻ കയറി എടുത്തു വെച്ച് അവർ കിരണിനെ കണ്ടു. എൻഗേജ്മെന്റ് ക്യാൻസൽ ആയതിന്റെ പേരിൽ പലരും പല
പല കഥകളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഉള്ള സത്യം തുറന്നു പറഞ്ഞു എന്നാണ് കിരൺ പറഞ്ഞത്. എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പഴയ പോലെ ഫ്രണ്ട്സ് ആയിരിക്കില്ലേ എന്ന് കിരൺ ഹരിതയോട് ചോദിച്ചു. അവളും അതിന് ഓക്കെ പറഞ്ഞു. കിരൺ പോയി കഴിഞ്ഞപ്പോ സന്ദീപ് അവളോട് ചോദിച്ചു, ശരിക്കും എന്തായിരുന്നു എൻഗേജ്മെന്റ് ക്യാൻസൽ ആക്കാൻ കാരണം? അപ്പോഴാണ് ഹരിത സത്യങ്ങൾ പറയുന്നത്. കിരൺ അവളറിയാതെ അവളുടെ ഫോണിൽ ഒരു സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്രേ. ഓൾറെഡി മുമ്പ് തൊട്ടേ അവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും അവൾ അവനോട് പറയുന്നതിന് മുമ്പേ അവൻ അറിയുന്ന പോലായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത്. ഈയടുത്ത് അവളുടെ ഫ്രണ്ട് ജിതിൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോർവേഡ് മെസ്സേജ് അയച്ചപ്പോ അത് കണ്ട് തെറ്റിദ്ധരിച്ച് കിരൺ അവനുമായി ഒരു വഴക്കുണ്ടാക്കി. അവനോട് എൻഗേജ്മെന്റിന് വരണ്ടെന്ന് പറയുകയും ചെയ്തു. എൻഗേജ്മെന്റിന്റെ അന്നായിരുന്നു ജിതിൻ വഴി ഹരിത ആ കാര്യങ്ങൾ അറിഞ്ഞത്. ഇങ്ങനെ ഒരാളുടെ കൂടെ എന്തായാലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നന്നായി എന്ന് സന്ദീപും അത് കേട്ടപ്പോ പറഞ്ഞു. തിരികെ എന്ന് പോകുമ്പോ കേണലിന്റെ ഫോട്ടോ വല്ലതുമുണ്ടോ എന്ന മറ്റേ സന്ദീപ് ഹരിതയോട് ചോദിച്ചു. പക്ഷെ അവള് പറഞ്ഞു, അച്ഛന്റെ ഒരു ഫോട്ടോ പോലും എന്റെ ഫോണിലോ വീട്ടിലോ എവിടെയുമില്ല. മുമ്പ് അച്ഛൻ ബോർഡറിലൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് അച്ഛൻ ഒരുപാട് മിസ് ചെയ്തിട്ട് ഞാൻ അച്ഛന്റെ ഫോട്ടോ നോക്കിയിരുന്ന് എപ്പോഴും കരയുമായിരുന്നു. അത് കാരണം അമ്മ അച്ഛന്റെ ഫോട്ടോസ് ഒക്കെ അച്ഛന്റെ മുറിയിലേക്ക് മാറ്റി ആ റൂം പൂട്ടി വെക്കും. ഹരിതയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സിൽ ഇപ്പോഴും അവളുടെ അച്ഛൻ മരിച്ചിരുന്നില്ല. അവൾ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അച്ഛൻ എപ്പോഴും ബോർഡറിൽ എവിടെയോ ഉള്ളതുപോലായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഫോട്ടോസ് കാണുമ്പോൾ വിഷമം വരും എന്ന് പേടിച്ചിട്ടാണ് അവൾ ഫോട്ടോസ് ഒക്കെ എവിടെയും സൂക്ഷിക്കാതിരുന്നത്. അന്നത്തെ യാത്രയ്ക്കൊടുവിൽ ഹരിതയും സന്ദീപും തിരികെ വീട്ടിലെത്തുമ്പോ ഹരിതയുടെ അമ്മ ദേവിക വലിയ ദേഷ്യത്തിലാണ്. സംഭവം എന്തെന്നാൽ ഹരിത എന്ന സന്ദീപിനെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു. ബാക്ക് ടു ഫ്രീഡം എന്ന പേരിൽ അവൾ ആ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു. അതുകണ്ട് ഒരുപാട് പേർ ഹരിതയെ വിളിച്ച് എന്താ കാര്യം, എന്തിനാ എൻഗേജ്മെന്റ് നിർത്തിയത്, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന മട്ടിൽ ചോദിക്കുകയാണ്. കിരണിന്റെ അമ്മ പോലും വിളിച്ച് ദേവികയോട് പ്രശ്നമുണ്ടാക്കിയത്രേ. അതിന്റെ പേരിലാണ് ദേവിക ഹരിതയോട് ദേഷ്യപ്പെടുന്നത്. തന്റെ ഭാഗത്താണ് ന്യായം എന്ന മട്ടിൽ ദേവികയോട് ഹരിത എതിർത്തു നിന്നു. പ്രശ്നം കനക്കുന്ന കണ്ടതും സന്ദീപ് ഇടപെട്ടു. അമ്മ പറയുന്നിടത്താണ് ന്യായമെന്നും ഹരിത ചെയ്തത് തെറ്റായിപ്പോയി എന്നും സന്ദീപ് പറഞ്ഞു. ആ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അമ്മയുടെ കൂടെ ചേർന്ന് സന്ദീപും അത് പറഞ്ഞതും ഹരിത ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. സന്ദീപ് തന്നെ സപ്പോർട്ട് ചെയ്തത് ദേവികയ്ക്ക് വലിയൊരു സന്തോഷം നൽകിയിരുന്നു. അന്ന് രാത്രിയിൽ ദേവിക സന്ദീപിനെ കാണാനെത്തി. സന്ദീപിനോട് നന്ദി പറഞ്ഞു. എന്താ കാര്യമെന്ന് സന്ദീപ് ചോദിച്ചപ്പോ ദേവിക പറഞ്ഞു, ഇന്നേ വരെ ആർഗ്യുമെന്റ്സ് ഒന്നും നടക്കുന്ന സമയത്ത് ആരും തന്നെ ദേവിയുടെ പക്ഷം പിടിക്കാറുണ്ടായിരുന്നില്ല. അവരുടെ ഹസ്ബൻഡ് രവി പോലും. ഇപ്പോ മരണത്തിന് ശേഷമാണെങ്കിലും സന്ദീപിന്റെ ഉള്ളിൽ കിടക്കുന്ന രവി ദേവികയുടെ സൈഡിൽ ചേർന്ന് സപ്പോർട്ട് ചെയ്തല്ലോ. സന്ദീപ് സപ്പോർട്ട് ചെയ്തല്ലോ. അതിൽ ദേവിക വല്ലാതെ ഇമോഷണൽ ആയിരുന്നു. ഒരുപാട് നന്ദി പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് ദേവിക അന്ന് പോയത്. ജെറിക്കതൊക്കെ കാണുമ്പോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. കാരണം ദേവികയും ഹരിതയും എല്ലാം തന്നെ സന്ദീപിനോട് ഭയങ്കര അറ്റാച്ച്മെന്റിലാണ്. രവിയുടെ ഹൃദയം ഉള്ളിൽ കിടക്കുമ്പോ അയാളുടെ ഭാര്യ എന്ന രീതിയിൽ സന്ദീപിന് ദേവികയോട് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടോ എന്ന് ജെറി ചോദിച്ചു. സന്ദീപിന് ദേഷ്യം വന്നു. തനിക്ക് അങ്ങനൊന്നുമില്ല എന്ന് സന്ദീപ് തീർത്തു പറഞ്ഞു. അതിന്റെ ഇടയിലാകട്ടെ മുമ്പ് സന്ദീപിനെ തേച്ചൊളിച്ചോടിയ രജനി വീണ്ടും സന്ദീപിനെ വിളിച്ചു. അവളെ ഒഴിവാക്കാൻ സന്ദീപ് അത്യാവശ്യം നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു സന്ദീപിന്. അടുത്ത ദിവസം വീണ്ടും ഹരിതയും ദേവികയും തമ്മി എന്തോ കാര്യത്തിൽ വഴക്കുണ്ടാവുന്നതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ ദേവിക കാര്യം പറഞ്ഞു. ദേവികയുടെ അച്ഛൻ വർഷങ്ങളായിട്ട് കിടപ്പിലാണ്. അയാൾക്ക് ഒരുപക്ഷെ ഇനി ഒരു റീകവറി പോലുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ അയാളുടെ കഷ്ടപ്പാട് അത്രയും കുറയും. ഗംഗാജലം കൊടുത്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ച് അതുവരെ അവർ കൊടുത്തു നോക്കി. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോ ദേവികയുടെ സഹോദരൻ പറയുന്നത് ദേവികയുടെ അച്ഛന് മരിച്ചുപോയ രവിയുമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. രവിയുമായി അദ്ദേഹം അത്ര രസത്തിലുമായിരുന്നില്ല. രവിയോട് അയാൾ ഒരുപാട് ക്രൂരതകളും ചെയ്തിട്ടുണ്ട്. പകരമായിട്ട് രവി അയാൾക്ക് മാപ്പ് കൊടുക്കാതെയാണ് മരിച്ചുപോയത്. അതുകൊണ്ട് രവിയുടെ ഹൃദയമുള്ള സന്ദീപ് വന്ന് അയാൾക്ക് മാപ്പ് കൊടുത്ത അയാൾക്ക് മോക്ഷം കിട്ടും. അയാള് പെട്ടെന്ന് മരിക്കുകയും ചെയ്യും. സന്ദീപ് അതുകൊണ്ട് അച്ഛനെ പോയി കണ്ടൊന്ന് മാപ്പ് കൊടുക്കണം എന്നാണ് ദേവികയുടെ ആവശ്യം. പക്ഷേ ഹരിതയ്ക്ക് അത് അംഗീകരിക്കാനേ പറ്റില്ല. അച്ഛനോട് ഗ്രാൻഡ് ഫാദർ ഒരുപാട് ക്രൂരത കാണിച്ചിട്ടുള്ളതാണ്. അച്ഛൻ ഒരിക്കലും അത്തരത്തിലൊരു കാര്യം ചെയ്യില്ല. അതുകൊണ്ട് സന്ദീപ് അത് ചെയ്യരുത് എന്ന് ഹരിത പറഞ്ഞു. പക്ഷേ സന്ദീപ് പറഞ്ഞു, ഒരാൾക്ക് മോക്ഷം കിട്ടുന്ന കാര്യമല്ലേ, അയാൾ അധികം കഷ്ടപ്പെടാതെ മരിക്കുന്നെങ്കിൽ അയാൾ മരിച്ചോട്ടെ, അതിനുവേണ്ടി താൻ എന്തും ചെയ്യും. സന്ദീപ് അത് പറഞ്ഞപ്പോ ഹരിതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്താണെങ്കിലും ഇത്തവണയും സന്ദീപ് ദേവികയുടെ ഭാഗത്ത് നിന്നു. ദേവികയ്ക്ക് സന്തോഷമായി. അങ്ങനെ ദേവികയുടെ വീട്ടിലേക്ക് അവരെത്തി. അവിടെ അതേസമയം ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മാപ്പ് കൊടുക്കാൻ വേണ്ടി കിടപ്പ് രോഗിയായ ദേവികയുടെ അച്ഛന്റെ മുറിയിലേക്ക് സന്ദീപിനെ സഹോദരൻ കൂട്ടിക്കൊണ്ടുപോയി. ദേവികയുടെ സഹോദരനോട് അച്ഛൻ മാപ്പ് ചോദിക്കട്ടെ, താൻ മാപ്പ് കൊടുക്കാം എന്ന മട്ടിൽ സന്ദീപ് പറഞ്ഞു. പക്ഷേ പിടിവാശിക്കാരനായ കേണലിനോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ള അയാളാകട്ടെ മാപ്പ് ചോദിക്കാൻ തയ്യാറല്ല. വെറുതെ ഒരു മാപ്പങ്ങ് കൊടുത്തേക്ക് എന്ന മട്ടിലായി ദേവികയുടെ ആങ്ങൾ
പെങ്ങളയുടെ പറച്ചിൽ. പക്ഷേ ഇതൊക്കെ ഉള്ളിന്ന് വരേണ്ട കാര്യമല്ലേ, അല്ലാതെ എങ്ങനെ മാപ്പ് കൊടുക്ക? ശരിക്കും എന്താ ഇവര് തമ്മിലുണ്ടായിരുന്ന ഇഷ്യൂ എന്ന മട്ടിൽ സന്ദീപ് ചോദിച്ചു. അപ്പോഴാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. കേണൽ രവി ദേവികയെ പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചത്. രവി ജാതിയിൽ താഴ്ന്നതായതുകൊണ്ട് ദേവികയുടെ അച്ഛന് രവിയോട് വലിയ ദേഷ്യമായിരുന്നു. ദേവികയുടെ അച്ഛനും രവിയും മിലിറ്ററിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ സർവീസിലുള്ള സമയത്ത് അവരെ നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് കോടികൾ വിലമതിക്കുന്ന ഡോളേഴ്സ് രവി സീസ് ചെയ്തു. പക്ഷേ രവിയോട് ദേഷ്യമുണ്ടായിരുന്ന ദേവികയുടെ അച്ഛൻ സീസ് ചെയ്ത വസ്തുക്കളിൽ നിന്ന് രവി കുറെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു റിപ്പോർട്ട് കൊടുത്തു. അത് മീഡിയ അറിയിച്ചു. അത് യാഥാർത്ഥ്യത്തിൽ ഒരു കള്ളക്കേസായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ രവിക്കെതിരെ അന്വേഷണം വന്നു. കോർട്ട് മാർഷൽ നടന്നു. 3 വർഷം ജോലിയിൽ നിന്ന് രവിക്ക് പുറത്തിരിക്കേണ്ടി വന്നു. 3 വർഷത്തിന് ശേഷമായിരുന്നു രവി നിരപരാധിയാണെന്ന് തെളിഞ്ഞത്. സഹോദരനിൽ നിന്നും നടന്ന കാര്യങ്ങൾ അറിഞ്ഞതും സന്ദീപ് ആകെ ദേഷ്യത്തിലായി. കൊടും ചതിയല്ലേ കേണലിനോട് ഇയാൾ ചെയ്തത്? ഇങ്ങനെയുള്ള ചതിക്ക് എന്തായാലും താൻ മാപ്പ് കൊടുക്കില്ല. ജീവിച്ചിരുന്നെങ്കിൽ കേണൽ ഒരിക്കലും ഇയാൾക്ക് മാപ്പ് കൊടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ സന്ദീപ് പുറത്തേക്ക് പോന്നു. സന്ദീപ് അങ്ങനെ ഇറങ്ങിപ്പോന്നതിൽ ഹരിതയ്ക്ക് വലിയ സന്തോഷം തോന്നി. ഹരിത ഓടിവന്ന് സന്ദീപിനെ കെട്ടിപ്പിടിച്ചു. ഒരു ഉമ്മയും കൊടുത്തു. സന്ദീപ് ഒരു നിമിഷം ഷോക്കായി പോയിരുന്നു. ഈ സമയം പൂജ ചെയ്യുമ്പോഴുള്ള മണിയുടെ ശബ്ദവും മറ്റും സന്ദീപിന്റെ ചെവിയിൽ പതിച്ചു. അപ്പോഴാണ് ജോത്സ്യം കൂടിയായ ചിറ്റപ്പൻ പറഞ്ഞ ചില കാര്യങ്ങൾ സന്ദീപ് ഓർത്തെടുത്തത്. നിന്റെ ചിന്തകൾക്ക് അതീതമായി നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നുവരും. അവൾ നിന്റെ ആത്മാവിനെ ചുംബിച്ചുണർത്തും. ആ സമയം മണികൾ മുഴങ്ങിക്കേൾക്കും. ചിറ്റപ്പൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടന്നിരിക്കുന്നു. മണിശബ്ദം കേൾക്കുകയും ചെയ്തു. ഹരിതവനെ ചുംബിച്ചു. ചിറ്റപ്പൻ ഇതുപോലെ പറഞ്ഞ പല കാര്യങ്ങളും സന്ദീപിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അവന്റെ വിവാഹം മുടങ്ങും എന്ന് ചിറ്റപ്പൻ പ്രവചിച്ചിരുന്നതാണ്. അതുപോലെ സംഭവിച്ചു. അങ്ങനാണെങ്കിൽ ചിലപ്പോൾ തന്റെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടി ഹരിതയാണോ എന്ന് വരെ സന്ദീപിന് ഡൗട്ട് തോന്നി. അങ്ങനെ സന്ദീപ് ചിന്തിച്ചു കിടക്കുമ്പോ ജെറിവന്ന് സന്ദീപിനോട് പറഞ്ഞു, ദേവികയുടെ അച്ഛന് മാപ്പ് കൊടുക്കാത്ത കാരണം അവരെ വിഷമിച്ച് പുറത്തുപോയിരിക്കുവാണെന്ന്. സന്ദീപ് പുറത്തേക്കിറങ്ങി വന്നു. ദേവികയ്ക്കടുത്തു വന്ന് സംസാരിച്ചു. മാപ്പ് കൊടുക്കാതിരുന്നതിൽ അവരോട് സോറിയും പറഞ്ഞു. ആ നിമിഷത്തിൽ തനിക്ക് അങ്ങനെ പെരുമാറാനാ തോന്നിയത് എന്നായിരുന്നു സന്ദീപ് പറഞ്ഞത്. പക്ഷേ ദേഷ്യത്തിലിരുന്ന ദേവിക സന്ദീപ് പറഞ്ഞ സോറി കേട്ടതും പെട്ടെന്ന് ഇമോഷണലായി. അന്നേ വരെ രവി അവരോടൊരു സോറി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രവിയുടെ ഹൃദയമുള്ള സന്ദീപ് ഇപ്പോ അവരോട് സോറി പറയുന്നു. ഇമോഷണലായി സന്ദീപിന്റെ കൈപിടിച്ച് അവരൊരു ഉമ്മ വെച്ചു കൊടുത്തു. എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞ് അവർ അവിടെ നിന്ന് വീടിനകത്തേക്ക് പോയി. ആ സമയത്ത് തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ നിന്നും മണി മുഴങ്ങുന്നുണ്ടായിരുന്നു. സന്ദീപ് അതോടെ ആകെ ഞെട്ടിത്തെറിച്ചു. നേരത്തെ ഹരിത കിസ് ചെയ്തപ്പോ മണി മുഴങ്ങി. ഇപ്പോഴേ ദേവിക കിസ് ചെയ്തപ്പോഴും മണി മുഴങ്ങുന്നു. തന്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് എന്നയാൾക്ക് മനസ്സിലായതേയില്ല. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് കാണാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.